ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാറുക്കുട്ടിയും ഞാനും കൂടെയാണ് ഇന്ന് ഹായ് പറയാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിളക്ക് ക്ലീനിങ്ങും എൻ്റെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളും ഒക്കെയാണ് കേട്ടോ. നല്ല വിളക്ക് നമ്മൾ സന്ധ്യയ്ക്ക് തെളിയിക്കില്ലേ, അപ്പോൾ ആ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വിളക്ക് ക്ലീൻ ചെയ്യുന്നത്, ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. പല രീതിയിൽ നമ്മൾ വിളക്ക് ക്ലീൻ ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും ഇഷ്ടമുള്ള ഒരു രീതി ഇതാണ് കേട്ടോ. പലർക്കും വേറെ പലതും ആയിരിക്കാം, പക്ഷേ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ടതായിട്ടുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങയും സബീന പൗഡറുമാണ് കേട്ടോ. ഈ പാത്രത്തിൽ എടുത്തിരിക്കുന്ന പൗഡർ സബീനയാണ്. നമുക്ക് പാത്രം തേക്കാനായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ, അപ്പോൾ ഞാനിത് ഇവിടെ വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ സബീന അല്ല പാത്രം തേക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലിക്വിഡായിട്ടുള്ള വിമ്മോ പ്രില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മുടെ പാത്രങ്ങളിൽ ഇടയ്ക്കെങ്കിലും ഞാൻ ഈ സബീന പൗഡർ ഇട്ടൊന്ന് തേക്കാറുണ്ട്. കാരണം അതിനൊരു അരം കിട്ടുമല്ലോ, അപ്പം നല്ല കറയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായി പോകും. ഇപ്പം നമ്മൾ ചായ വെക്കുന്ന സോസ് പാന് അല്ലെങ്കിൽ കുക്കറുകളാണെങ്കിലും ഉള്ളിലൊക്കെ നമ്മളെല്ലാം വേവിച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ കറ പോലെയൊക്കെ പിടിക്കുമല്ലോ. അത് ഈ സബീന ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുമ്പോൾ തന്നെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അത് ഈ പാല് എപ്പോഴും ചായ വെക്കുന്ന പാത്രങ്ങളും കട്ടൻ ചായ വെക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു കറ പിടിക്കുമല്ലോ, അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ഈസിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ചെന്നൈയിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള വെള്ളമാണ്. ഈ നമ്മുടെ നാട്ടിലെ പോലെ അത്ര നല്ല വെള്ളമല്ല, ചെറിയൊരു കട്ടിപ്പുണ്ട് വെള്ളത്തിന്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴൊക്കെ ഒരു പാണ്ട് പോലെ ഇങ്ങനെ ഒരു കുത്തു പോലെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സബീന ഇട്ട് തന്നെ കഴുകുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിച്ചു വയ്ക്കും. മിക്ക വീടുകളിലും ഉണ്ടാവുന്ന സാധനമാണ്, അതാണ് ഞാൻ വേറെ ഒന്നും വാങ്ങിക്കേണ്ടെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ചെറുനാരങ്ങ നമ്മളെപ്പോഴും വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് ഈ നാരങ്ങാനീരോട് കൂടെ ഈ സബീന ഇട്ട് അങ്ങനെ ആ നാരങ്ങയിൽ മുക്കിയിട്ട് ആ സബീന ഇപ്പം നമ്മൾ കഴുകാനെടുത്തിരിക്കുന്ന എല്ലാ പാത്രത്തിലും എല്ലാ ഭാഗവും ആകുന്ന രീതിയിൽ നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയൊരു സ്ക്രബ്ബറോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ ഒന്നുമല്ല, അല്ലാതെ ഉള്ളൊരു സ്ക്രബ്ബറാണ്. നമ്മൾ വിം ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, ഫ്രീ ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വലുതായതുകൊണ്ട് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിളക്ക് തേക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് വേറെ എടുക്കാം. അപ്പോൾ ഇത് 1, 2, 3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ വിളക്ക് തേക്കുന്നത് കേട്ടോ. എല്ലാ ദിവസമൊന്നും വിളക്ക് തേച്ച് കഴുകാറില്ല, ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യണത്. ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ തുടച്ചെടുക്കും. മിക്കവാറും ടിഷ്യൂ ആയിരിക്കുള്ളൂ ഉപയോഗിക്കുക. ആ ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് വീണ്ടും വിളക്ക് വെക്കുക. തിരിയൊക്കെ എല്ലാ ദിവസവും മാറ്റും, അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വിളക്ക് വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിട്ട് മാറുമ്പോൾ നമ്മൾ ഒരുപാട് പണികളുടെ ഇടയിൽ അത് ഒരു നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ജോലി പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ സൗകര്യം അനുസരിച്ചാണ് ഞാനിങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ഓരോ ഇഷ്ടങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തരും ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു രീതികൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രബ്ബർ വെച്ച് അപ്പോൾ ഈ സബീനയും ഇതൊക്കെ ഇതിലിരിപ്പുണ്ടാവും. നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകി എടുത്തു കഴിഞ്ഞാൽ അത്രക്കൊന്നും ബലമൊന്നും പിടിക്കണ്ട, ചുമ്മാ ഒന്ന് ഉരച്ച് തേച്ച് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആവും. ഈ നാരങ്ങാനീര് സിട്രിക് ആസിഡ് ആണല്ലോ, അപ്പോൾ ആ ആസിഡ് വീഴുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കറയും ഒക്കെ വേഗം പോവും. പുളിയും ഉപയോഗിക്കാം കേട്ടോ, വാളംപുളി, അതും ആസിഡാണല്ലോ, അത് അസെറ്റിക് ആസിഡാണല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഈ ആസിഡിൻ്റെ ഒരു കളികളാണ് ഇത് ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായാലും നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ പൈപ്പിൽ കൂടെ വരുന്നത് ഇവിടുത്തെ ബോർവെല്ലിലെ വാട്ടറാണ് കേട്ടോ. നമ്മുടെ ഈ താമസിക്കുന്ന ഏരിയയിൽ ഈ മെട്രോ വാട്ടർ, നമ്മുടെ കോർപ്പറേഷൻ വാട്ടറായിട്ട് നമുക്ക് വരുമല്ലോ, അതങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെള്ളം ആയതുകൊണ്ടാണ് അതങ്ങനെ അത്രയും ഇതായിട്ട് വരാത്തത്, എല്ലാവരും ഉപയോഗിക്കാത്തത് കേട്ടോ. ചില സ്ഥലത്തൊക്കെ ചെന്നൈയിൽ നല്ല ഹാർഡ് വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ ഏരിയയിൽ വലിയ കുഴപ്പമില്ലാത്ത വെള്ളം ഇതുകൊണ്ടാണ് നമ്മളിത് തന്നെ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം നമ്മൾ ക്യാൻ വാട്ടർ വാങ്ങിക്കുന്നതാണ്. അപ്പം കുടിക്കാനും പാചകത്തിനും അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കഴുകൽ കഴിഞ്ഞു, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കർപ്പൂരം കത്തിക്കുന്നതൊക്കെ കറുത്തിരിക്കുകയായിരുന്നു, അതെല്ലാം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ദിവസവും കത്തിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കരി പിടിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആ കർപ്പൂരത്തിൻ്റെ. അപ്പോൾ ഞാനിതെല്ലാം കൊണ്ടുവന്ന് വെച്ചു. പാറുക്കുട്ടി അപ്പോൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുന്നതും കൂടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേറെ ഒരു എൻ്റർടൈൻമെൻറ്റൊന്നും ഇല്ലല്ലോ, എൻ്റെ കൂടെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലാതെ. അപ്പം അതിനൊക്കെ കൂടുന്നുണ്ട്. അപ്പം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാമേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേടിയാണ്, ഇതൊക്കെ ഒന്ന് കുഞ്ഞല്ലേ, അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യിപ്പിക്കാത്തത്. അപ്പോൾ തുടച്ച് വെക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞൊന്നുമില്ല, അമ്മ ഞാൻ തുടച്ച് വെക്കാമെന്ന് പറഞ്ഞ് ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നെ ഇരുന്ന് തുടയ്ക്കുവാണ് കേട്ടോ. മറിഞ്ഞു വീഴാൻ ശ്രദ്ധിച്ചേ, നടുക്കോട്ട് നീക്കി വെച്ചേ മോനെ, അത് മറിഞ്ഞ് താഴെ വീഴാൻ പാടില്ല. പാറുക്കുട്ടീനെ ഏൽപ്പിച്ച ജോലി പാറു നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം വിളക്ക് തിരിയൊക്കെയിട്ട് ഒരുക്കിയിട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ നിലവിളക്ക് ഉമ്മറത്ത് കൊണ്ടുവന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പാർട്ട്മെൻറ്റുകളിലൊന്നും അതത്ര ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ഷെൽഫോ പൂജാ റൂമോ സെറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ഞാനിവിടെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പൂജാ ഷെൽഫ് വാങ്ങിച്ച് നമുക്ക് വേണ്ട വിഗ്രഹങ്ങളും ഈ ഫോട്ടോയും എല്ലാം അവിടെ സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് വിളക്ക് കൊളുത്താം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി. എല്ലാ ദിവസമൊന്നും ഞാൻ ഭദ്രദീപം കൊളുത്താറില്ല. ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ഈ 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തുക കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 2 തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ തിരിപ്പഴുതില്ലാത്ത വിളക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്കതാണ് കുറച്ചുകൂടെ ഇഷ്ടം, കാണാനും ഉപയോഗിക്കാനും ഒക്കെ. കാരണം നമുക്ക് 2 തിരി മതിയെങ്കിൽ അത്, അല്ല 5 തിരി വേണമെങ്കിൽ അങ്ങനെ നമ്മളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വിളക്ക് ഞാൻ നിലവിളക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഗണപതി വിളക്ക് എന്നൊക്കെ പറയും ഇതിനെ. ഇത് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ആ കടയിൽ ഞാൻ ചോദിച്ചപ്പം ഇത് ഏറ്റവും ചെറിയ വിളക്കാണ്. അപ്പോൾ എനിക്ക് ചെറിയ വിളക്ക് മതിയായിരുന്നു. നമ്മുടെ പൂജാ ഷെൽഫിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ചെറിയ വിളക്കാണിത്. ഇത് ഒരളവിന് അവർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനൊരു കൃത്യമായ അളവും ചിട്ടയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചെറിയ വിളക്കൊക്കെ ഗുരുവായൂരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ കടയിൽ ചോദിച്ചപ്പം നമ്മുടെ തലയോലപ്പറമ്പിൽ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഷോപ്പിലാണ്. അപ്പോൾ അവരിത് ചെയ്യുന്നതാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡായിട്ട് അവർ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഏറ്റവും ചെറുതാണ്, ഇതിനൊരു അളവുണ്ട്, ആ അളവിലാണ് ചെയ്യുന്നത്, ഏറ്റവും ചെറുത് ഇത്രയും വരെയാണ് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഗുരുവായൂർ ഇതിൻ്റെ ചെറുതൊക്കെ കാണുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് കുഞ്ഞു വിളക്ക്. അപ്പം നല്ല ഭംഗിയാണ്. എനിക്ക് ഇങ്ങനത്തെ വിളക്കിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ പൂജാ സാധനങ്ങളും അങ്ങനത്തെ കാണുമ്പോഴൊക്കെ എനിക്ക് വാങ്ങിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയാണ്. ഗുരുവായൂർ ഇത്തവണ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടാവുമല്ലോ, അതുപോലെ ഞാൻ വാങ്ങിച്ച. ഇവിടെ ഇരിക്കുന്ന എല്ലാം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരെണ്ണം മാത്രമല്ല. നമ്മുടെ ഈ ഉണ്ണിക്കണ്ണൻ ഉടുപ്പിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുഞ്ഞുണ്ണിക്കണ്ണൻ ഇരിക്കുന്നതുണ്ട് ആ പൂക്കളുടെ നടുക്ക്, അത് ഉടുപ്പിയിൽ നിന്നാണ്. തിരുപ്പതി ഭഗവാന്റെ തിരുപ്പതി പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇവിടെ ഇരിക്കുന്ന മുകളിലിരിക്കുന്ന മൂകാംബിക അമ്മയുടെ ഈ താഴെ ഇരിക്കുന്നതും മുകളിലിരിക്കുന്നതും ഒക്കെ മൂകാംബികയിൽ നിന്ന് വാങ്ങിച്ചത്. അങ്ങനെ ഓരോന്നും ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നാമം ജപിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. വ്യാഴാഴ്ചത്തെ എൻ്റെ പൂജാ കാര്യങ്ങളൊക്കെയാണ്. വ്യാഴാഴ്ചയാണ് മിക്കവാറും ഞാൻ വിളക്ക് തേച്ച് കഴുകാറുള്ളത്.
അപ്പോൾ അത് കഴിഞ്ഞ് നാമം ജപിച്ച് സഹസ്രനാമം എന്തായാലും ചെല്ലും. നമ്മുടെ വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമമാണ് ഞാൻ ചെല്ലാറുള്ളത്. അതിൽ വ്യാഴാഴ്ചയും എല്ലാ ദിവസങ്ങളിലും സാധാരണ ഞാൻ വിഷ്ണു സഹസ്രനാമവും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലളിത സഹസ്രനാമമാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ പൂജാ ഷെൽഫും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ബൈ.